മണ്ണിനടിയിൽ 2300 അടി താഴ്ചയിൽ അകപ്പെട്ടുപോയ 33 പേർ. മാസങ്ങൾക്കു ശേഷവും ഒരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് ഗവൺമെന്റ് പോലും അവർ മരിച്ചുവെന്ന് വിധിയെഴുതി. എന്നാൽ അപകടം നടന്ന് കൃത്യം 69 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ 33 പേരും ജീവനോടെ രക്ഷപ്പെടുന്നു. എങ്ങനെയാണ് ഇത്രയും അധികം ദിവസങ്ങൾ അവർ മണ്ണിനടിയിൽ കഴിച്ചുകൂട്ടിയത്? എവിടെ നിന്നാണ് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ലഭ്യമായത്? ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ലോകത്തെ ഒന്നടങ്കം അതിശയിപ്പിച്ച അസാധാരണമായ അതിജീവനത്തിന്റെ കഥയിലേക്കാണ്. ഈ സംഭവം നടക്കുന്നത് ചിലി എന്ന രാജ്യത്താണ്. സൗത്ത് അമേരിക്കയിൽ അർജന്റീനയോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് ചിലി. എന്നാൽ കോപ്പർ മൈനുകളുടെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രശസ്തമായ ഒരു രാജ്യമാണിത്. വലിയ തോതിൽ ഓരോ വർഷവും കോപ്പർ എക്സ്ട്രാക്ഷൻ അഥവാ ഖനനം ഈ രാജ്യത്ത് സംഭവിക്കാറുണ്ട്. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് തലത്തിലും ഇവിടെ ഖനനങ്ങൾ നടക്കുന്നുമുണ്ട്. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഖനനം എല്ലാവിധ സുരക്ഷാ മാർഗങ്ങളും പാലിച്ചായിരിക്കും നടത്തുക. എന്നാൽ പ്രൈവറ്റ് സെക്ടറിന്റെ കീഴിലുള്ള ഖനനങ്ങൾ പലപ്പോഴും വേണ്ടുന്നത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു 2010 ഓഗസ്റ്റ് 5-ാം തീയതി നടന്ന ഈ ദുരന്തം. 2010 ഓഗസ്റ്റ് 5-ാം തീയതി 2 മണിക്ക് ചിലിയിലെ അറ്റാക്കാമ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സാൻജോസ് ഖനിയിൽ 33 തൊഴിലാളികൾ അവരവരുടെ തൊഴിലുകൾ ചെയ്യുകയായിരുന്നു. സ്വർണവും ചെമ്പും ഖനനം ചെയ്യുന്ന 2625 അടി ആഴമുള്ള ഒരു ഖനിയായിരുന്നു അത്. പതിവ് പോലെ തന്നെ ഈ തൊഴിലാളികൾ അവരവരുടെ ഖനനോപകരണങ്ങളുമായി ഖനിക്കുള്ളിൽ എത്തിയതായിരുന്നു. അവർ പണി തുടങ്ങി അല്പസമയം ആയപ്പോഴേക്കും പതിവില്ലാതെ ചില ശബ്ദങ്ങൾ ഖനിക്കുള്ളിൽ കേൾക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ശബ്ദം കേട്ട ഉടനെ തന്നെ മണ്ണിടിയുവാനും തുടങ്ങി. നിമിഷ നേരം കൊണ്ട് ഖനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം പൂർണ്ണമായും അടഞ്ഞു. ഇതേ തുടർന്ന് പുറം ലോകവുമായുള്ള ഇവരുടെ സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 2300 അടി താഴ്ചയിലായിരുന്നു അന്നേരം അവർ എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ അപകടമറിഞ്ഞ് രക്ഷാപ്രവർത്തകർ ഉടനെ തന്നെ ഖനിക്കടുത്ത് എത്തിയിരുന്നു. എങ്കിലും ഖനിയുടെ പ്രവേശന കവാടം മണ്ണിടിച്ചിൽ പൂർണ്ണമായും അടഞ്ഞുപോയതുകൊണ്ട് അവരുടെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു. ഖനിയുടെ ഭിത്തികൾക്ക് ഒരു വിധത്തിലുമുള്ള ഇളക്കവും തട്ടാതെ ഖനിക്കുള്ളിലേക്ക് ഇറങ്ങുവാനായിരുന്നു അവർ ആദ്യം ശ്രമിച്ചത്. പക്ഷേ 2 ദിവസം നീണ്ടുനിന്ന ആ പരിശ്രമം പാഴായിപ്പോയി. ഓഗസ്റ്റ് 7-ാം തീയതി വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയായിരുന്നു. അതുവരെ അവർ മണ്ണ് മാറ്റിയ ആ ഭാഗങ്ങളൊക്കെ പൂർണ്ണമായും അടഞ്ഞു. അതോടുകൂടി രക്ഷാപ്രവർത്തകരുടെ ഉത്സാഹവും കുറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും ഖനിക്കുള്ളിൽ അകപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷകളും അസ്തമിക്കുവാൻ തുടങ്ങി. മാത്രവുമല്ല, ഈ കുടുങ്ങിപ്പോയ 33 പേരും മരിച്ചുവെന്നും അവർ വിശ്വസിച്ചു. മൃതദേഹങ്ങളെങ്കിലും കണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു പിന്നീടുള്ള എല്ലാവരുടെയും പരിശ്രമം. അങ്ങനെ ഈ തൊഴിലാളികൾ കുടുങ്ങുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ റിംഗ് ഉപയോഗിച്ച് കുഴി കുഴിക്കുവാൻ അവർ തീരുമാനിച്ചു. അപകടം നടന്ന് 17-ാം ദിവസമായിരുന്നു ഈ പരിശ്രമം. റിംഗ് താഴേക്ക് ഇറക്കിയും മുകളിലേക്ക് ഉയർത്തിയുമായിരുന്നു അവരുടെ പരിശ്രമം. അതിനിടയിൽ ഒരിക്കൽ റിംഗ് താഴെ നിന്നും മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഒരു കടലാസു കഷ്ണം ഈ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഞങ്ങൾ 33 പേരും ഇപ്പോൾ ഈ ഖനിക്കുള്ളിൽ സുരക്ഷിതരാണെന്നും എഴുതിയിരിക്കുന്നത് കണ്ടു. ഈ വാർത്ത അല്പം ഞെട്ടലോടെയും അതിലേറെ ആശ്വാസത്തോടെയുമാണ് ലോകം കേട്ടത്. ഇതോടുകൂടെ രക്ഷാപ്രവർത്തകരുടെ ആവേശം വർദ്ധിച്ചു. മണ്ണുമാറ്റിയ സ്ഥലത്തുകൂടെ അവർ ക്യാമറ ഇറക്കി തൊഴിലാളികൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പിച്ചു. എങ്ങനെയാണ് ഇത്രയും ദിവസം ഈ തൊഴിലാളികൾ ഖനിക്കുള്ളിൽ അവരുടെ ജീവൻ നിലനിർത്തിയത്? എങ്ങനെയാണ് അവർ അതിനെ അതിജീവിച്ചത്? ഖനിക്കുള്ളിൽ കുടുങ്ങിയ ആ ദിവസം മുതൽ അവർ കയ്യിൽ കരുതിയിരുന്ന അവരവരുടെ ആഹാര സാധനങ്ങൾ കൃത്യമായി അവർ വീതം വെച്ചു. എന്നിട്ട് 2 ദിവസത്തിലൊരിക്കൽ മാത്രം അവർ ഭക്ഷണം കഴിച്ചു. അതും തങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ കുറച്ച് ഭക്ഷണം മാത്രം. ഖനിക്കുള്ളിൽ കാണുന്ന ചെറിയ നീരുറവുകളിൽ നിന്നും ആവശ്യത്തിന് വെള്ളമെടുത്ത് അവർ തങ്ങളുടെ ദാഹം മാറ്റി. വെളിച്ചം ലഭിക്കുന്നതിനായി തങ്ങളുടെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് ഓരോ ദിവസം ഓരോരുത്തരുടേതെന്ന വിധത്തിൽ അവർ കത്തിച്ചു. ഏതു വിധേനയും ഈ 33 തൊഴിലാളികളെയും ജീവനോടെ പുറത്തെത്തിക്കുക എന്ന ദൗത്യത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തകർ. ആ തൊഴിലാളികളുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായി ഖനിക്കുള്ളിലേക്ക് അവർ ചെറിയ തുരങ്കമുണ്ടാക്കി. തുടർന്ന് അതിലൂടെ ന്യൂട്രീഷൻ ജെല്ലുകളും ഭക്ഷണവും ആശയവിനിമയത്തിനായി വാർത്താ വിതരണ ഉപകരണങ്ങളും തൊഴിലാളികളിലേക്ക് എത്തിച്ചു. മാനസികാരോഗ്യം ഉറപ്പുവരുത്തുവാൻ വിദഗ്ധരുടെ സേവനവും അവരിലേക്ക് എത്തിച്ചു നൽകി.
എല്ലാവരെയും പുറത്തെത്തിക്കുവാൻ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ വരെ എത്തിച്ചേർന്നു. എന്നാൽ തൊഴിലാളികളുടെ ജീവൻ പിടിച്ചു നിർത്തുന്നതിനായുള്ള ശ്രമങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രില്ലിങ്ങിനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയായിരുന്നു. 3 പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചത്: പ്ലാൻ എ, പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി. അതായത് ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന് എന്ന രീതിയിൽ. അങ്ങനെ 2 സെറ്റ് ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുള്ള തുരക്കലും ഓയിൽ ഡ്രില്ലിംഗ് ഉപയോഗിച്ചുള്ള തുരക്കലും ആരംഭിച്ചു. ഇതേ സമയം ഖനിക്കുള്ളിൽ കുടുങ്ങിയ തൊഴിലാളികൾ 3 സംഘങ്ങളായി ചേർന്ന് ഈ തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി വീഴുന്ന മണ്ണുമാറ്റലുകളും തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒടുവിൽ ഒക്ടോബർ 9 പ്ലാൻ ബി പ്രകാരമുള്ള തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ 2300 അടി താഴ്ചയിലുള്ള ഈ 33 തൊഴിലാളികളെയും പുറത്തേക്ക് എത്തിക്കുക എന്നത് അത്ര എളുപ്പമുണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. അവസാനം തുരങ്കത്തിലൂടെ ലിഫ്റ്റ് ഇറക്കി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ഈ പരിശ്രമം ഒരിക്കലും പാളിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഒരു ക്യാപ്സ്യൂൾ നിർമ്മിച്ച് തുരങ്കത്തിലൂടെ ഇറക്കുവാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഫിനിക്സ് എന്ന് പേരിട്ട ക്യാപ്സ്യൂൾ ഒക്ടോബർ 12 ഖനിക്കുള്ളിലേക്ക് ഇറക്കുകയും ആദ്യത്തെ തൊഴിലാളിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഓരോരുത്തരെയായി പുറത്തെത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ നീണ്ട 69 ദിവസത്തെ പരിശ്രമങ്ങൾക്കു ശേഷം പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പര്യായമായി ആ 33 തൊഴിലാളികളും സുരക്ഷിതമായി ഖനിക്കുള്ളിൽ നിന്നും പുറത്തേക്കെത്തി. തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി രാത്രിയെന്നല്ല പകലെന്നല്ലാതെ പരിശ്രമിച്ച എല്ലാവരെയും നോക്കി നിറകണ്ണുകളോടെ അവർ നന്ദി പറഞ്ഞു. തുടർന്ന് ചിലിയുടെ ദേശീയ ഗാനം അവർ ആലപിച്ചു. 2015 പെട്രി ഷെറിഗൻ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ദ 33 എന്ന സിനിമ പുറത്തെത്തിക്കുകയും ചെയ്തു. തങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച ആ 33 തൊഴിലാളികളും പ്രശംസ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലിയിലെ സാൻജോസ് ഖനി ദുരന്തം ഇപ്പോഴും ലോകം ഉറ്റുനോക്കിയ റെസ്ക്യൂ ഓപ്പറേഷനായി നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും നല്ല വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.